തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല എൻ ശക്തന്. സംസ്ഥാനത്ത് മൂന്നാമതും LDF അധികാരത്തിലെത്തുമെന്ന തുറന്നുപറച്ചിലിൽ തിരുവനന്തപുരം DCC പ്രസിഡന്റായിരുന്ന പാലോട് രവി രാജിവെച്ച ഒഴിവിലാണ് പകരം ചുമതല. പുനഃസംഘടനയിൽ പുതിയ DCC അധ്യക്ഷനെ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നിർഭൻ, ഏതായാലും വല്ലാത്ത വെട്ടിലാണ് കോൺഗ്രസ്. വളരെ സീനിയറായ ഒരു നേതാവായിരുന്നു പാലോട് രവി. അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. പകരം ഇപ്പോൾ മറ്റൊരു മുതിർന്ന നേതാവ് ശക്തന് ചുമതല നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മറ്റ് നേതാക്കളില്ലേ എന്ന ചോദ്യം കൂടി ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. ശക്തനെ പോലെ വളരെ സീനിയറായ ഒരു നേതാവിനെ DCC അധ്യക്ഷൻ്റെ ചുമതല നൽകുന്നതിൻ്റെ ഒരു പൊരുത്തക്കേട് കൂടി കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് KPCC നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും സിജു, കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം നമ്മളെല്ലാം കേട്ടതാണ്. വലിയ തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായി മാറിയ സംഭവമാണ്. അതിൽ നിന്ന് തലയൂരുന്നതിന് വേണ്ടിയാണ് പാലോട് രവിയിൽ നിന്ന് രാജി എഴുതി വാങ്ങി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീലിനെ സസ്പെൻഡ് ചെയ്ത് പ്രശ്നം പരിഹരിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വം ശ്രമം നടത്തിയത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അതിൻ്റെ തുടർ നടപടിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനായി എൻ ശക്തന് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുകയാണ്. എൻ ശക്തനെ നേരത്തെ സിജു പറഞ്ഞതുപോലെ ചുമതല നൽകാനുള്ള കാരണം പല പേരുകൾ നേരത്തെ പറഞ്ഞു കേട്ടതാണ് DCC അധ്യക്ഷൻ പദവിയിലേക്ക്. അത്തരത്തിൽ പ്രതീക്ഷിക്കുന്ന പല നേതാക്കളുമുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പേര് വയ്ക്കുകയാണ് എങ്കിൽ അവർ തന്നെ വീണ്ടും തുടരും. അതുകൊണ്ട് പല നേതാക്കളും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. ശക്തനാണെങ്കിൽ DCC അധ്യക്ഷ പദവിയിൽ തുടരാൻ സാധ്യതയുള്ള ഒരാളല്ല. അദ്ദേഹം മുതിർന്ന നേതാവാണ്, പഴയ സ്പീക്കറാണ്, ഒപ്പം തന്നെ അദ്ദേഹം KPCCയുടെ ഭാരവാഹിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് താൽക്കാലികമായി ചുമതല നൽകി ഇപ്പം പ്രശ്നം പരിഹരിക്കുകയാണ് ഇപ്പോൾ KPCC നേതൃത്വം ചെയ്തിട്ടുള്ളത്. പക്ഷേ സംഘടനാ പുനഃസംഘടനയിൽ തലസ്ഥാനത്തെ DCC അധ്യക്ഷൻ പദവി മാറും. അപ്പോൾ പുതിയ DCC അധ്യക്ഷ പദവിയിലേക്ക് പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും വരാനാണ് സാധ്യത. ഏകദേശം ആഗസ്റ്റ് മാസം ആദ്യ വാരത്തോടു കൂടി തന്നെ KPCC പുനഃസംഘടനയും ഒപ്പം തന്നെ DCC അധ്യക്ഷന്മാരുടെ പുതുക്കിയ ലിസ്റ്റും വരുമെന്നാണ്. സംഘടനാ പുനഃസംഘടന പൂർണ്ണമായി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒഴിവുകൾ നികത്തുകയായിരിക്കും KPCC ഭാരവാഹികളുടെ കാര്യത്തിൽ ഉണ്ടാകുക. ഒപ്പം തന്നെ പ്രവർത്തന രംഗത്ത് കാര്യക്ഷമമല്ലാതെ പ്രവർത്തിക്കുന്ന ചില നേതാക്കളുടെ പേരുകൾ ദീപാദാസ് മുൻഷി കൊടുത്തിട്ടുള്ള AICC കൊടുത്തിട്ടുള്ള പട്ടികയിലുണ്ട്. അവരെ ഒഴിവാക്കും. പകരം പുതിയ നേതാക്കളെ കൊണ്ടുവരും. ഒപ്പം തന്നെ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഏകദേശം 9ഓളം DCC അധ്യക്ഷന്മാരെ മാറ്റുമെന്നാണ് ധാരണയായിട്ടുള്ളത്. അതിൽ തിരുവനന്തപുരത്ത് നേരത്തെ മാറ്റണമെന്ന് ധാരണ ഉണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പാലോട് രവിയെ മാറ്റരുത് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലോട് രവി പുതിയ വിവാദത്തിലേക്ക് പോയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൻ ശക്തൻ വന്നിട്ടുണ്ട്. ശക്തൻ ഏകദേശം 2 ആഴ്ച കാലമേ അദ്ദേഹത്തിന് തുടരാൻ കഴിയുള്ളൂ. പുതിയ DCC അധ്യക്ഷനെ ഉടൻ തന്നെ തീരുമാനിക്കുമെന്നതാണ് വിശ്വസ്ത കേന്ദ്രങ്ങളിൽ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ അനൗദ്യോഗികമായി പങ്കുവയ്ക്കുന്ന വിവരം. സിജു, നിർഭൻ, ഈ പാലോട് രവി പറഞ്ഞതാണ് ശരിയായ കാര്യമെന്ന് ഭൂരിപക്ഷം കോൺഗ്രസ്സുകാർക്കും അറിയാം. പാലോട് രവി ശക്തനായ കോൺഗ്രസ് നേതാവാണ്. നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ ഇരുന്നയാളാണ്. KPCCയിലെ തന്നെ മുതിർന്ന നേതാവ്, തിരുവനന്തപുരത്തുകാരൻ, തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആയിരുന്നയാൾ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. തമ്മിലടി മൂലം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നാമാവശേഷമാവുകയാണ്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൂർണ്ണമായും നാമാവശേഷമാകും. ഇതേ ഒരു വികാരം ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട്. AICC ഇടപെട്ടുകൊണ്ടാണ് നേരത്തെ KPCC നേതൃത്വത്തെ, KPCC അധ്യക്ഷനടക്കം മാറ്റി ഒരു പരീക്ഷണത്തിന് തയ്യാറായത്. കാരണം മറ്റൊന്നും ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പര്യാപ്തമാകില്ല എന്നൊരു വിലയിരുത്തൽ AICCക്കുണ്ട്. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ, CPMനെതിരെ, നേതാക്കൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ, നുണകൾ പടച്ചുവിടുകയും ചെയ്ത് അതൊന്നും മേശാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് കോൺഗ്രസ്സുകാർക്ക്. പാലോട് രവി പറഞ്ഞത് അങ്ങനെ തന്നെ നിൽക്കുന്നു. കോൺഗ്രസ്സിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ, തമ്മിലടികൾ, പ്രതിസന്ധികൾ ഇനിയും കാത്തിരിക്കുകയാണ്. തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പുതിയ നേതൃത്വം വന്ന ശേഷം പലതരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട്. ഒന്ന്, AI ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരത്തെ തന്നെ അതൃപ്തിയുള്ളതാണ്. VD സതീശൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനമുണ്ട്. നിലവിൽ താഴെത്തട്ടിൽ സംഘടന ഉണ്ടാക്കാനുള്ള ശ്രമം K സുധാകരൻ നടത്തിയിരുന്നു. അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല. സെമി കണ്ടർ വിവാദമൊക്കെ നാം കണ്ടതാണ്. ഒപ്പം തന്നെ ബൂത്ത് ലെവലിൽ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, സ്ഥാനാർത്ഥി നിർണ്ണയമുണ്ട്, ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച, സീറ്റ് വീതം വെപ്പ്, ജില്ലാ UDFൻ്റെ പ്രവർത്തനം, ഇത്തരത്തിൽ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ആശയക്കുഴപ്പം തുടരുകയാണ്.